എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എങ്ങനെയാണ് സോഫ്റ്റ്വെയറിന് സഹായമില്ലാതെ ഹോട്ട്സ്പോട്ട് ലാപ്ടോപ്പിൽ ചെയ്യാമെന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. പക്ഷേ ഇന്ന് അതൊരു കോഡ് വഴിയായിരുന്നു, CMD കോഡ് ചെയ്തിട്ടായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോഡ് ചിലർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, അപ്പോൾ കോഡ് ഓർക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തിലൂടെ, ഒരു വളരെ സിമ്പിളായിട്ടൊരു സോഫ്റ്റ്വെയറാണ്, ആ സോഫ്റ്റ്വെയർ സഹായത്തിലൂടെ എങ്ങനെയാണ് ലാപ്ടോപ്പ് ഒരു ഹോട്ട്സ്പോട്ടാക്കി മാറ്റാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഞാൻ ക്രോം ബ്രൗസറാണ് ഉപയോഗിക്കുന്നത്. ക്രോമിൽ പോവാം. അതിനുശേഷം ഗൂഗിളിൽ hotspot എന്ന് ടൈപ്പ് ചെയ്യും. hotspot ക്ലിക്ക് ഇതിൽ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ വേറെ സൈറ്റിൽ പോകും. അവിടെ നിങ്ങൾക്ക് പല ഓപ്ഷൻസും കാണാൻ പറ്റും. ഡൗൺലോഡ് ഫോർ വിൻഡോസ്, ഫയൽ ഹോസ്റ്റ്, ആൻഡ്രോയിഡ്, ഉബുണ്ടു കമ്മിങ് സൂൺ ആണ് കാണിക്കുന്നത്. ഉബുണ്ടുവിൽ ഇതുവരെ hotspot വന്നിട്ടില്ല. സോ നമ്മൾ വിൻഡോസ് യൂസർ ആയതുകൊണ്ട് ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഡൗൺലോഡ് കാണിക്കും. അതിൽ 1 MB 2 MB താഴെയുള്ള ഒരു ഫയലാണത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ശേഷം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ സെറ്റപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രോസസ്സ് തന്നെയാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് പാത്താണ്. ഈ പാത്ത് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഞാൻ ഈ C എന്നുള്ള പാത്ത് മാറ്റിയിട്ട് ഞാനൊരു സോഫ്റ്റ്വെയർ എന്നുള്ള ഞാൻ പാത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ മെനുവിൽ കാണിക്കേണ്ട പേരാണ് ഹോട്ട്സ്പോട്ട് എന്നുള്ളത്. നെക്സ്റ്റ് കൊടുക്കുക. ഡെസ്ക്ടോപ്പ് ഐക്കൺ വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇത് നമ്മൾ എഗ്രി ചെയ്യേണ്ട, കാരണം ഇത് എന്ന് പറയുന്നത് വേറൊരു അഡീഷണൽ മാൽവെയർ സോഫ്റ്റ്വെയറാണിത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. എഗ്രി എന്നുള്ളത് ഞാൻ ഡിസഗ്രി ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. ഇതാണ് നമ്മുടെ മൊത്തം കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ മൊത്തമാണ്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. അഡീഷണൽ ഇത് നമുക്ക് അയച്ചു കൊടുക്കാനില്ല, ജസ്റ്റ് ഇൻസ്റ്റാൾ നമുക്ക്. അതുകൊണ്ട് ലോഞ്ച് ഹോട്ട്സ്പോട്ട് അത് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഫിനിഷ് കൊടുക്കുക. നിങ്ങൾക്ക് hotspot എന്നൊരു ഐക്കൺ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ കാണാൻ സാധിക്കും. ഒരു അഡ്മിനിസ്ട്രേഷൻ ഇതിൽ S കൊടുക്കുക. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഹോട്ട്സ്പോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ വയർഡ് കണക്റ്റഡ് ആയിരിക്കാം ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. അതായത് വയർ വെച്ചിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പ് കണക്റ്റഡ് ആയിരിക്കും, അതിൽ ഇൻ്റർനെറ്റ് സൗകര്യം വേണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോങ്കിൾ വെച്ചിട്ടോ ലാപ്ടോപ്പിൽ നെറ്റ് വേണം. എന്നാൽ മാത്രം ഹോട്ട്സ്പോട്ട് നമുക്ക് വർക്ക് ആവുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ട്സ്പോട്ട് വർക്കാവും, പക്ഷേ നിങ്ങൾക്ക് നെറ്റ് കണക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വയർഡ് കണക്ഷൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ hotspotൽ ഇത് അവരുടെ വെൽക്കം സ്ക്രീനാണ്. ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈഫൈയുടെ സ്വിച്ച് ഓൺ ആയിരിക്കണം. അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ സപ്പോർട്ടിന് കണക്ട് ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെയാണ് പറയാം. എന്ത് സംശയം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞൊരു ഗ്രീൻ ഐക്കൺ ഉണ്ട്, അവിടെ ടിക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. നമുക്കിത് കാണുന്നതില്ല, ക്ലോസ് ചെയ്യാം. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള hotspotൻ്റെ മെയിനായിട്ടുള്ള വിൻഡോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഹോട്ട്സ്പോട്ടിൻ്റെ നെയിം, അതായത് നമ്മൾ മറ്റ് വീഡിയോ കണ്ടവർക്കറിയാം SSID ഈക്വൽ ടു നമ്മൾ പേര് കൊടുത്തിരുന്നു. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഹോട്ട്സ്പോട്ടിൻ്റെ ഒരു പേര് നമ്മൾ ജസ്റ്റ് ഹായ് തന്നെ ഇവിടെ കൊടുക്കുന്നു. പിന്നെ പാസ്വേഡ് എന്ന് പറയുന്നത് ജാക്ക് ആൻഡ് ജിൽ എന്ന് തന്നെ കൊടുക്കുക. ജാക്ക് ആൻഡ് ജിൽ ഇത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഷോ പാസ്വേഡ് കൊടുത്താൽ എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അത് കാണാൻ സാധിക്കും. ഇവിടെ കാണിക്കുന്നുണ്ട് മിനിമം ഒരു 8 ക്യാരക്ടേഴ്സ് വേണം. 8 ക്യാരക്ടേഴ്സ്, മാക്സിമം ഒരു 63 ആണ്. കേസ് സെൻസിറ്റീവ് ആണ്. ക്യാപിറ്റലാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ പോലെ തന്നെ നമ്മൾ മൊബൈലിൽ ടൈപ്പ് ചെയ്യേണ്ടി വരും. ഈ ക്ലിയർ ഫീൽഡ് എന്ന് പറയുന്നത് ഈ 2 ഫീൽഡിൽ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളതാണ്. ഈ ഇൻ്റർനെറ്റ് സോഴ്സ് എന്ന് പറയുന്നത്
നമ്മളിപ്പോൾ വേറെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, വയർഡ് നെറ്റ്വർക്ക്സ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് സോഴ്സ് നൺ കാണിക്കുന്നത്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ സോഴ്സിൽ കാണിച്ചില്ലാന്നുണ്ടെങ്കിൽ റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തീർച്ചയായും കാണിക്കും. ഇതിൻ്റെ ഉള്ളിൽ നോക്കുക, ഞാനിപ്പോൾ റീഫ്രഷ് കൊടുത്തപ്പോൾ എനിക്ക് വൈഫൈ എന്ന് കാണിച്ചു. ഞാൻ വൈഫൈ എന്ന് സെലക്ട് ചെയ്തു. മാക്സിമം ക്ലയൻറ്റ് എന്നുള്ളത് നമുക്ക് 10 ആണെങ്കിൽ കൊടുത്തേക്കുന്നത്. മാക്സിമം 10 ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. 10 യൂസേഴ്സിന് അറ്റ് എ ടൈം നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇത് സ്റ്റാർട്ട് ഹോട്ട്സ്പോട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലയൻറ്റ്സ് കണക്റ്റഡ് എത്ര പേര് കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം. ഇവിടെ ഹോട്ട്സ്പോട്ട് സ്റ്റാർട്ടഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ക്ലയൻറ്റ്സ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ മൊബൈൽ ഉപയോഗിച്ച് ഞാൻ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എൻ്റെ മൊബൈൽ ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. കണക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് മൊബൈലിൽ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ന്യൂ ക്ലയൻറ്റ് കണക്റ്റഡ് എന്ന് കാണിച്ചു. ഇതെൻ്റെ മൊബൈലാണ് കണക്ട് ചെയ്തത്. ഇപ്പോൾ ക്ലയൻറ്റ്സ് കണക്റ്റഡ് ഈക്വൽ ടു 1 ആണ്. ഇതിൽ ബെറ്റർ വൈഫൈ ഉപയോഗിക്കുന്നതിനും ബെറ്റർ വയർഡ് കണക്ഷൻ ആയിരിക്കും. അതായിരിക്കും കുറച്ച് സ്പീഡ് ഉള്ളത്. വയർഡ് കണക്ഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് സജസ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ഇപ്പോൾ കണക്റ്റഡ് 1 ആണ്. എനിക്ക് മൊബൈലിൽ ഇതിൽ കിട്ടിയിരിക്കുന്ന വൈഫൈ ഉപയോഗിച്ചിട്ട് എനിക്ക് മൊബൈലിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ നമുക്ക് സെറ്റിങ്സ് ഒന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഡാറ്റ എന്തോരം സെൻഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പേജ് ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡാറ്റ എന്തോരം യൂസ് ചെയ്യാമെന്നുണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ 307 409 ഞാനിപ്പോൾ ഒരു പേജ് ലോഡ് ചെയ്തപ്പോഴാണ് അത്രയും വന്നത്. ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടും. ഇപ്പോൾ എന്ത് റിസീവ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് സ്പീഡ്, ഡൗൺലോഡ് സ്പീഡൊക്കെ കാണിക്കും. നമുക്ക് സെറ്റിങ്സ് ഒന്ന് നോക്കാം. സെറ്റിങ്സ് എന്ന് പറയുന്നത് വിൻഡോസ് സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഇത് റൺ ആവുന്നു എന്നുള്ള ഒരു വിഷയം നമുക്ക് ടിക്ക് ചെയ്യണോ, ആവശ്യമുള്ളവർക്ക് ടിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട. ഹോട്ട്സ്പോട്ട് തന്നെ സ്റ്റാർട്ട് ആവണം എന്നുള്ളത് ഞാൻ മിനിമൈസ് ട്രേ എന്ന് പറയുന്നത് ഈ സ്ഥലമാണ് ഇമ്പോസ് ചെയ്യും. അവിടെ ഒന്ന് കിടക്കുന്നു. പിന്നെ റീഫ്രഷ് ക്ലയൻറ്റ്സിന് ഓട്ടോമാറ്റിക് റീഫ്രഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റിങ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രോഗ്രാമിംഗ് അത്ര താല്പര്യമില്ലാത്തവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു അറിവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.